എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ആ വലിയൊരു ഹില്ല് ലക്ഷ്യമാക്കി അങ്ങനെ മുൻപോട്ടേക്ക് പോവാണ്. ലൂഫിക്കാണെങ്കിൽ അവന്റെ ഉള്ളിലെ ആകാംക്ഷ അത് അടക്കാനായിട്ട് കഴിയില്ല. അവിടെ എന്താണുള്ളതെന്ന് അവൻ നിരന്തരമായിട്ട് ചോദിച്ചു കൊണ്ടേയിരിക്കും. അതിന് ലോ ആണെങ്കിൽ ലൂഫിയോട് പറയും, നീ മിണ്ടാതിരിക്കെ, അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള സസ്പെൻസും സർപ്രൈസും ഒക്കെ തന്നെ നിനക്ക് കാണാം. അങ്ങനെ ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും എന്തോ ഒരു ബീസ്റ്റ് അവരുടെ പിന്നാലെ അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുക. അത് വളരെ പവർഫുൾ ആണെന്ന് അവർ തിരിച്ചറിയും. സോറോ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ എത്രയും വേഗം ആ ഹില്ലിലേക്ക് പോകണം, ബീസ്റ്റിനെ തകർത്ത് നിങ്ങളുടെ പിന്നാലെ ഞാനും എത്തുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ആ ബീസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ അവന്റെ സ്ക്വാഡൊക്കെ എടുത്ത് അതിന്റെ നേർക്ക് വരും. ആ ബീസ്റ്റ് ആണെങ്കിൽ ആദ്യ സോറോയെ കാണുമ്പോൾ തന്നെ പോയി ഒളിച്ചിരിക്കും. അതിനുശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പൊ സോറോയെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം രണ്ടുപേരും അമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം. കട്ട് ചെയ്താ ഇപ്പോ ആ ഫ്ലവർ ഫീൽഡ് കാണിക്കും. അതൊരു പ്രശാന്ത സുന്ദരമായിട്ടുള്ള സെറ്റിയാണ്. അവിടെ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ആണെങ്കിൽ വാനോ കിൻഡത്തെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മൊട്ടയാണെങ്കിൽ ആ ടീച്ചർ എടുക്കുന്ന ക്ലാസ്സസ് അതെല്ലാം തന്നെ അങ്ങനെ മാറി നിന്ന് കേൾക്കുകയാണ്. ആ ടീച്ചർ ആണെങ്കിൽ വളരെ തെറ്റായ ക്ലാസ്സുകളായിരിക്കും കുട്ടികൾക്ക് എടുത്തു കൊടുക്കുക. ആ കാർഡ് വില്ലൻ ഷോഗൺ, അവനാണ് ഈ വാനോ കിൻഡത്തെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതെന്നായിരിക്കും അവൾ ക്ലാസ് എടുത്തു കൊടുക്കുക. ആ കൊസുക്കി ഫാമിലി അവര് വളരെ ബാഡ് ആണെന്നും അവരെ മാസ്റ്റർ ഷോഗൺ ആണെങ്കിൽ അവരെ തല്ലി ഓടിച്ചുവെന്നും ആ ടീച്ചർ പറയും. കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ തെറ്റായ ഇൻഫർമേഷൻ അവൾ പാസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ ആ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് വിശ്വസിക്കും. അപ്പൊ ദൂരത്തായിട്ട് ഈ കാര്യങ്ങളെല്ലാം കേട്ട് നിൽക്കുന്ന അപ്പാപ്പൻ ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. കാരണം അപ്പ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവരെ എല്ലാവരെയും എതിർക്കുന്ന ഒരു സ്പ്രിംഗ് മുടിയെ കാണിക്കും. അവനാണെങ്കിൽ ആക്ച്വലി ഒരു പേടിത്തൊണ്ടനാണ്. ഇവൻ കൊറോസുമി എന്ന് പറയുന്ന ഒരു ക്ലാനിലുള്ളവനാണ്. മണി ചേഞ്ചറാണ് ഇവൻ. ആക്ച്വലി ഇവിടെയാണ് നമ്മുടെ റോബിനുള്ളത്. അവൾക്കാണെങ്കിൽ അവൻ ഒറോച്ചിയുടെ ആരെങ്കിലും ആണോ എന്നുള്ള ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ഓരോ മൂമെന്റ്സ് ഒക്കെ അങ്ങനെ സീക്രട്ടായിട്ട് വാച്ച് ചെയ്ത് അവിടെ ഒരു ഭാഗത്ത് മറഞ്ഞു നിൽക്കും. അവളാണെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അവനിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അവൻ ചില കാര്യങ്ങൾ ഇപ്പൊ അവരോട് എല്ലാവരോടായിട്ട് പറയും. സത്യത്തിൽ വർഷങ്ങൾക്ക് മുൻപാണ് ആ ഓഡൻ കാസ്റ്റലിന് തീ പിടിച്ചത്. ആ സമയത്ത് ഓഡന്റെ വൈഫിന് വളരെ സീരിയസ് ആയിട്ട് പരിക്കുകൾ പറ്റി. ഓഡന്റെ വൈഫ് മരിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ മോശം കാലഘട്ടങ്ങളെല്ലാം തന്നെ മാറുമെന്ന് ഓഡനോട് പറഞ്ഞിരുന്നു. അവൾ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ഒറോച്ചി അവിടെ വന്ന് എല്ലാം തന്നെ നശിപ്പിച്ചു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് അവൻ പറയും, അതിനുശേഷം ഒറോച്ചി ഒരുപാട് പേരെ കൊന്നു. മരിച്ചുപോയ ആ പ്രധാനപ്പെട്ട 9 പേര് അവർ പ്രേതങ്ങളായി തിരികെ എത്തും. അവറ്റകൾ പ്രേതങ്ങളായി തിരികെ എത്തി ഒറോച്ചിയെ അച്ചറം പൊച്ചറം വെട്ടി അവറ്റകൾ വന്നിട്ട് പോയതിന് ഒരു പ്രത്യേക അടയാളവും അവിടെ സ്ഥാപിച്ചു. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് ആ കൊസുക്കി ക്ലാനിലുള്ളവർക്ക് അവർക്കാണെങ്കിൽ അവരുടെ കാസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ അത് മനസ്സിലാക്കിയ വില്ലന്മാര് അവരുടെ പാലസോടുകൂടെ അവരെ മുഴുവനായിട്ടും ചുട്ടരിച്ചു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പൊ ആ ഹില്ലിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ എവിടെയും കാസ്റ്റിൽ കാണാനില്ല. ഉയർന്നു കിടക്കുന്ന ഒരു വലിയ ബിൽഡിംഗ് മാത്രമായിരിക്കും അവ കാണുക. ലൂഫി ആണെങ്കിൽ കാസ്റ്റിൽ എവിടെയും ചോദിക്കും. അതിന് ട്രഫാൽഗർ പറയും, ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ ആ കാസ്റ്റിൽ അത് മുഴുവനായിട്ട് നശിച്ചു പോയെന്ന്. ഇവിടെ ടാമുറായി പെണ്ണാണെങ്കിൽ ആ കാസ്റ്റിൽ അങ്ങനെ നശിച്ചു കിടക്കുന്നത് കണ്ട് ഒരുപാട് വിഷമത്തിൽ തിരിഞ്ഞു ഓടുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ സോറോയെ കാണിക്കും. സോറോ ആണെങ്കിൽ ഒരു ബീസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അത് ഒരു ഹ്യൂമൻ ബീസ്റ്റ് അല്ല, മറിച്ചൊരു ആനിമൽ ടൈഗർ ബീസ്റ്റ് ആണ്. ആ ടൈഗർ ആണെങ്കിൽ ഇപ്പൊ സോറോയെ അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്യും. അതിന്റെ അറ്റാക്ക് മുഴുവൻ സോറോ ബ്ലോക്ക് ചെയ്യും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ വീണ്ടും ട്രഫാൽഗർ ലോയെയും ലൂഫിയെയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പോ ആ കൊസുക്കി ക്ലാന്റെ കല്ലറയുടെ അടുത്തേക്ക് വരികയാണ്. കല്ലറകളിൽ ഓരോരോ പേരുകൾ അങ്ങനെ കൊത്തിവെച്ചതായിട്ട് കാണും. ആദ്യം കൊസുക്കി ഓഡന്റെ പേരുണ്ടാവും. അതിനുശേഷം വീണ്ടും വായിക്കുമ്പോഴായിരിക്കും മൊമന്റോസ്കിയുടെയും പേര് അവിടെ വെച്ച് കണ്ടെത്തുക. അതിനുശേഷം വീണ്ടും അവർ പേരുകൾ വായിക്കും. അതിൽ റൈസോടെ, കാഞ്ചറോടെ, അതിനുശേഷം അവൻ കെന്നിന്റെ കല്ലറയും കാണും. ലൂഫിയെ കൊണ്ടാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. കാരണം ജീവിച്ചിരിക്കുന്നവരുടെ കല്ലറ അതെങ്ങനെ ഇവിടെ ക്രിയേറ്റ് ആയി. ട്രഫാൽഗറിലോ ആണെങ്കിൽ അതൊക്കെ കണ്ട് ലൂഫിയോട് പറയും, ആക്ച്വലി അവരെല്ലാവരും മരണപ്പെട്ടു. അവരുടെ സോള് അത് നൈറ്റ് മാത്രമേ ഇവിടേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് ആണെങ്കിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ലോയ്ക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാം. ആള് ലൂഫിയിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് അവന് പിടികിട്ടും. ലോ, ഇനിയെങ്കിലും നിങ്ങൾ ഈ കളി അവസാനിപ്പിക്കേ, എന്താണ് സത്യം പറയും, ഇവിടെ എന്താ നടക്കണം ചോദിക്കും. അതിന് ലോ ആണെങ്കിൽ കാഷ്വലായിട്ട്
എനിക്കത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയും. അവനത് പറയുന്ന അതേ നിമിഷം ദൂരത്തായിട്ട് ആരോ അവർ ലക്ഷ്യമാക്കി നടന്നു വരുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുകയാണ്. ലൂഫി ആണെങ്കിൽ കണ്ണ് തള്ളി ദൂരേക്ക് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ കെന്നിന്റെ ബോഡിയൊക്കെ കണ്ട് അവൻ പേടിച്ച് ഓ നോ ഗോസ്റ്റ് എന്ന് പറഞ്ഞ് ഇപ്പൊ ലോയുടെ ദേഹത്തേക്ക് ചാടി കയറും. അത് കേട്ട് കിന്നാണെങ്കിൽ ലൂഫിയുടെ അടുത്തേക്ക് ഓടി വരും. ഞാൻ പ്രേതമൊന്നുമല്ല, നീ പേടിക്കണ്ട. ഞാൻ ഇവിടെ കുറച്ച് ദിവസങ്ങളായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. എന്റെ ശരീരത്തിനൊന്നും തീരെ സുഖമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിളറി വെളുത്തിരിക്കുന്നത്. ലൂഫിക്കാണെങ്കിൽ അവന്റെ കൺഫ്യൂഷൻ മാറില്ല. അവനാണെങ്കിൽ വീണ്ടും ദേഷ്യപ്പെട്ട് ഇപ്പൊ ലോയോട് ചോദിക്കും, നീയല്ലേ പറഞ്ഞേ ഇവരുടെ എല്ലാം കാറ്റ് പോയെന്ന്, ഇവരെല്ലാവരും പ്രേതങ്ങളാണെന്ന് നീയല്ലേ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചേ. അതിന് ലോ ആണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടില് അങ്ങനെ നിൽക്കും. അടുത്ത നിമിഷം ആ സാമുറായി പെണ്ണ് അവൾ ഓടി വന്ന് കിന്നിനെ ഹഗ് ചെയ്ത് അങ്ങനെ താഴേക്ക് അടിച്ചു വീഴുകയാണ്. അവളാണെങ്കിൽ കിന്നിനെ ഹഗ് ചെയ്ത് കിസ് ചെയ്ത് കിന്നിനോട് പറയും, ഒരുപാട് കാലമായി നിങ്ങളെ കണ്ടിട്ട്. കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല മൊമന്റോസ്കി. അവനിപ്പോ എവിടെയുണ്ടെന്ന് അവളിപ്പോ കിന്നിനോട് ചോദിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ഉടനെ കിന്നാണെങ്കിൽ ഇപ്പൊ അവളോട് ചോദിക്കും, നീ എന്താ ഇവരോടൊപ്പം, നിനക്ക് ഓൾറെഡി ഇവരെ അറിയോ? അവൾ അത് കേട്ട് വണ്ടടിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കും. ഉടനെ കിൻ പറയും, കാഞ്ചറോയെ കൊല്ലാനായിട്ട് ഞാൻ കണ്ടെത്തിയ ആ ടീം അത് മറ്റാരുമല്ല, ഇവരാണ്, സാക്ഷാൽ ലൂഫിയാൻ ടീം. അത് കേട്ട് അവളങ്ങനെ ഞെട്ടി നിൽക്കും. അല്പസമയം കഴിയുമ്പോഴേക്കും മൊമന്റോസ്കിയും അവിടേക്ക് വരികയാണ്. നമ്മുടെ ചെക്കനാണെങ്കിൽ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും അവിടേക്ക് വരിക. ലൂഫി ആണെങ്കിൽ മൊമന്റോസ്കിയുടെ പേരൊക്കെ വിളിച്ച് അങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിക്കും. അത് കണ്ട് ആ സാമുറായി പെണ്ണാണെങ്കിൽ ടെൻഷനാവും. അവൻ ഞങ്ങളുടെ രാജ്യത്തിന്റെ, അവൻ ഞങ്ങളുടെ ഐലാൻഡിന്റെ രാജാവാണ്. അവനോട് ഒരു കാരണവശാലും അങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കാൻ പാടില്ല. ഉടനെ മൊമന്റോസ്കി അവൻ സിമ്പിളായിട്ട് പറയും, ലൂഫി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവന് എന്നോട് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്താ ഇപ്പോ ഇവിടെ ആൾക്കാരുള്ള അതേ ഹില്ലേരിയയിലേക്ക് ഒരു 5 പേര് അങ്ങനെ കടന്നു വരികയാണ്. അത് മറ്റാരുമല്ല, സാഞ്ചിയാൻ ടീമാണ്. ആക്ച്വലി അവരാണ് ആദ്യം രക്ഷപ്പെട്ടത്. പക്ഷെ ലൂഫിയെ കാണാത്തതുകൊണ്ട് തന്നെ അവർ ആ കടൽ മുഴുവൻ കയറി ഇറങ്ങി അവനെ അന്വേഷിച്ചു. അതിനുശേഷം ഇബറൂക്കാട് വെച്ചാണ് ലൂഫി അവനെ ഹില്ലേരിയയിലുണ്ടെന്ന് അവർ കണ്ടെത്തിയതും ഇപ്പൊ ഇവിടേക്ക് വരുന്നതും. സാഞ്ചി ആണെങ്കിൽ ആ സാമുറായി പെണ്ണിനെ കാണേണ്ട താമസം എപ്പോഴത്തേതും പോലെ കണ്ണിലൂടെ ലവ് ഒക്കെ വിട്ട് അവളുടെ ചുറ്റും ഓടിക്കളിക്കും. ഇവിടെ ലോയുടെ അടുത്തേക്ക് അവന്റെ 2 അസിസ്റ്റൻസ് ഓടി വന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയും. അത് കേട്ട് ലോ ആണെങ്കിൽ ലൂഫിയെ അവന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കിന്നാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെയും എല്ലാവരെയും വിളിച്ച് ഇപ്പൊ കാര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കും. കിന്നാണെങ്കിൽ തുറന്നു പറയും, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആക്ച്വലി മൊമന്റോസ്കി അവൻ ഈ രാജ്യത്തിന്റെ കിങ് ആണ് എന്ന കാര്യം ഞാൻ മറച്ചു വെച്ചതുപോലെ മറ്റു ചില കാര്യങ്ങൾ കൂടെ മറച്ചു വെച്ചിരുന്നു. അത് റിവീൽ ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ. ഒരുപക്ഷെ ഞങ്ങൾ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ കഴിയില്ല. അത് മറ്റൊന്നുമല്ല, ഞാന്, കാഞ്ചറോ, മൊമന്റോസ്കി ഞങ്ങൾ ആരും തന്നെ പ്രസന്റിലുള്ള ആൾക്കാരല്ല. ഞങ്ങൾ എല്ലാവരും പാസ്റ്റിൽ നിന്ന് ഇവിടേക്ക് എത്തിയവരാണ്. 20 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വാനോ കിൻഡത്തിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്താണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. അത് കേൾക്കേണ്ട താമസം ലൂഫി അടക്കം നമ്മുടെ ആൾക്കാരെല്ലാവരും അങ്ങനെ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കും. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് തല ചുറ്റുകയാണ്. ഇവരെന്തായി പറയണേ? സത്യത്തില് ഇവർക്ക് വട്ടായതാണോ അതോ എനിക്ക് ഭ്രാന്തായതാണോ ചിന്തിച്ച് ലൂഫി അങ്ങനെ നിൽക്കും. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.